ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോണിറ്ററി പോളിസിയാണ്. മോണിറ്ററി പോളിസിയുടെ മീനിങ്ങും ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ്സും. മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് അഡോപ്റ്റഡ് ബൈ സെൻട്രൽ ബാങ്ക് ഓഫ് എ കൺട്രി. അതായത് സെൻട്രൽ ബാങ്ക് അഡോപ്റ്റ് ചെയ്യുന്ന ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിനെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അല്ലെ, മണി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ്. അല്ലെ, RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് മണി സംബന്ധിച്ചിട്ടുള്ള മോണിറ്ററി പോളിസീസ്, അതായത് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് ആണ്. G.K. Shah defines it as any conscious action undertaken by the monetary authorities to change the quantity, availability or cost of money. അതായത് മോണിറ്ററി പോളിസിക്ക് ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുകയാണ്. G.K. Shah എന്ന് പറയുന്ന എക്കോണമിസ്റ്റ് ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മോണിറ്ററി അതോറിറ്റീസ് എടുക്കുന്ന ഏത് കോൺഷ്യസ് ആയിട്ടുള്ള ആക്ഷനെയും നമുക്ക് മോണിറ്ററി പോളിസി എന്ന് പറയാം. കോൺഷ്യസ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്ററി അതോറിറ്റീസ് എടുക്കുന്ന ഒരു ഡെലിബറേറ്റ് ആക്ഷൻ, അതായത് ഗവൺമെൻറ് എടുക്കുന്ന ഒരു ആക്ഷനെയാണ് നമ്മൾ മോണിറ്ററി പോളിസി എന്ന് പറയാം. മോണിറ്ററി അതോറിറ്റി എന്ന് പറയുന്നത് മെയിനായിട്ടും സെൻട്രൽ ബാങ്ക് തന്നെയാണ്. അപ്പോൾ സെൻട്രൽ ബാങ്ക് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ആയിട്ട് എടുക്കുന്ന പോളിസീസിന് നമുക്ക് മോണിറ്ററി പോളിസി എന്ന് പറയാം. അതിൻ്റെ ഒരു ഡെഫിനിഷൻ കണ്ടു. എനി കോൺഷ്യസ് ആക്ഷൻ അണ്ടർടേക്കൻ ബൈ ദ മോണിറ്ററി അതോറിറ്റി ടു ചേഞ്ച് ദ ക്വാണ്ടിറ്റി, അവൈലബിലിറ്റി ഓർ കോസ്റ്റ് ഓഫ് മണി. ഇനി ഒബ്ജക്റ്റീവ്സ് ആണ് മോണിറ്ററി പോളിസിയുടെ. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഫുൾ എംപ്ലോയ്മെൻറ്റ് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള മോണിറ്ററി പോളിസിയുടെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാം, പ്രൈസിന് സ്റ്റേബിളാക്കി നിർത്തുക. തേർഡ് ഇക്കണോമിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യാം, റാപ്പിഡ് ആയിട്ടുള്ള ഇക്കണോമിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യാം. അതുപോലെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാം. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ അത്രയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മോണിറ്ററി പോളിസി. നെക്സ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. മോണിറ്ററി പോളിസിയുടെ മെയിൻ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസീനെ മെയിനായിട്ട് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സും അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സും. മോണിറ്ററി പോളിസിയുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റിന് പറയുന്ന വേറെ പേരാണ് ജനറൽ ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റിന് പറയുന്നതാണ് സെലക്റ്റീവ് ഓർ ഡയറക്റ്റ്. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ്, മറ്റൊന്ന് ക്വാളിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ് തന്നെയാണ് ജനറൽ ഓർ ഇൻഡയറക്റ്റ്. ക്വാളിറ്റേറ്റീവ് ആണ് സെലക്റ്റീവ് ഓർ ഡയറക്റ്റ്. Of the two types of instruments, the first category includes bank rate variation, open market operation, changing reserve requirements. അപ്പോൾ അതിൽ ക്വാണ്ടിറ്റേറ്റീവ് നമ്മൾ കണ്ടില്ലേ, അല്ലെങ്കിൽ ജനറൽ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവിൽ വരുന്നതാണ് ബാങ്ക് റേറ്റിൽ വരുന്ന വേരിയേഷൻ, ബാങ്ക് റേറ്റിൽ മാറ്റങ്ങൾ വരുത്തുക. അതുപോലെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ഒക്കെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. അതുപോലെ റിസർവ് റിക്വയർമെൻറ്റിൽ വരുന്ന ചേഞ്ചസ്, CRR, SLRലൊക്കെ വരുന്ന ചേഞ്ചസ്, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇനി അതേപോലെ ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് പറഞ്ഞു. ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റിന് പറയുന്ന പേരാണ് സെലക്റ്റീവ് ഓർ ഡയറക്റ്റ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ചേഞ്ച് ഇൻ റിസർവ് റേഷ്യോസ്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോ നോക്കുക. ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസും അതുപോലെ ചേഞ്ച് ഇൻ റിസർവ് റേഷ്യോസും. അപ്പോൾ നമുക്കിവിടെ നമ്മൾ പറഞ്ഞത് മോണിറ്ററി പോളിസിയുടെ മീനിങ് പറഞ്ഞു, അതുപോലെ തന്നെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് കണ്ടു. ഏതൊക്കെയാണ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. അതിൽ രണ്ടിലും വരുന്നത് എന്തൊക്കെയാണ്, ക്വാണ്ടിറ്റേറ്റീവിൻ്റെ വേറെ പേരുകൾ, അതുപോലെ ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സിന് പറയുന്ന മറ്റ് പേരുകൾ എന്തൊക്കെയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.